ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയമുള്ള അധ്യക്ഷൻ ബഹാദ്ദീൻ സാഹിബ് അവരുടെ, പ്രിയങ്കരായ ഈ സദസ്സിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, അസ്സലാമു അലൈക്കും. ഞാൻ ഏതാനും വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. പ്രസംഗിക്കേണ്ട ആളുകളാണ്. സമയം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള അധ്യക്ഷൻ്റെ അതേ പ്രശ്നവുമായി എൻ്റെ പിന്നിലും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘ സമയം എടുക്കാതെ കുറച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഉലമ ഉമറ സമ്മേളനം എന്ന വാക്ക് തന്നെ മതി. ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ച് നിന്ന് ഉണ്ടാക്കിയെടുത്ത, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ കാറിൽ വരുമ്പോൾ കേട്ടുകൊണ്ടാണ് വന്നത്. ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അടിവര ഇടാൻ ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ് എന്ത് നേട്ടം സമൂഹത്തിന് മതരംഗത്ത്, ഭൗതിക രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ പൊതുവിലുള്ള രക്ഷയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഐക്യവും ഭദ്രതയും ഒരു മോഡലായി ഇന്ത്യ രാജ്യത്തിൻ്റെ മുമ്പിൽ, നേരത്തെ ഇവിടെ ബംഗാളിലെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഒരു മോഡലായി ഇന്ത്യ രാജ്യത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന അത്ര നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് മാത്രമാണോ? നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഉണ്ടായ അടിസ്ഥാനപരമായ സമുദായത്തിൻ്റെ തലയിലേക്ക് വന്ന, സമൂഹത്തിൻ്റെ തലയിലേക്ക് വന്ന, മതവിശ്വാസികളുടെ മുഴുവൻ തലയിലേക്ക് വന്ന വലിയ വാളുകളുണ്ട്. ഇന്നും തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിൻ്റെ വാളുകളുണ്ട്. പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങൾ വന്നു. സംഘടിതമായ ശക്തിക്ക് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആവേശം പകരുന്ന രീതിയിൽ ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും, അതുപോലെ തന്നെ ജുഡീഷ്യറിക്കകത്തും ഒക്കെ പോരാടാൻ നമ്മളുണ്ടാക്കിയെടുത്ത ഈ മോഡലിന് കഴിഞ്ഞുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അത് ഉലമാക്കളും ഉമറാക്കളും ഒക്കെ ഒന്നിച്ചു നിന്ന പഴയ മോഡലിൻ്റെ വിജയമാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാബൂയി തങ്ങളുടെ കാലത്തും പൂക്കോയ തങ്ങളുടെ കാലത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഉന്നതമായ ഏറ്റവും മുഴുക്കം വലിയ പരീക്ഷ നേരിട്ട ഇ.കെ. ഉസ്താദിൻ്റെ കാലത്തുമൊക്കെ, സിയാബ് തങ്ങളുടെ കാലവും അത് കഴിഞ്ഞുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഏത് പരീക്ഷണത്തെയും മറികടക്കാനുള്ള കരുത്ത്, കഴിവ് എന്ന് പറയുന്ന ആ സംഘടിതമായ രൂപം എന്ന് പറയുന്നത് ഈ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഐക്യം കൊണ്ട് നേടിയെടുത്തതാണ്. ഉലമാക്കൾ മാത്രം ഏതെല്ലോ വഴിക്ക് സഞ്ചരിച്ച മോഡലാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ മോഡൽ. ഉലമാക്കൾ മുഴുവൻ യാതൊരു ഗൈഡൻസും ഇല്ലാതെ പോയ ശോചനീയമായ സ്ഥിതിയാണ് ബംഗാളിൻ്റെ ഇന്നത്തെ ചിത്രം. എന്തൊരു ശോചനീയമായത്! ബംഗാളിലെ ജനത, അവരെ പൂർവികർ അങ്ങനെയല്ലല്ലോ. അവരൊക്കെ വലിയ നിലയിൽ ദീനി വിശ്വാസമുള്ളവരും പണ്ഡിതന്മാരും, അതുപോലെ തന്നെ അവരൊക്കെ വലിയ ചരിത്രം സൃഷ്ടിച്ചവരും എഴുത്തുകാരും കഥകാരന്മാരും ലോകത്ത് തന്നെ അറിയപ്പെട്ടവരും ഒക്കെ ആയിരുന്നു. അതിനപ്പുറം കടന്ന സമർക്കന്തയിലും ബുഖാറയിലും അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ സംഘടിതമായ ദീനീ പ്രവർത്തനത്തിനുള്ള സാഹചര്യം അവിടെ ഇല്ലാതെ പോയി. ഉലമാക്കളൊക്കെ ഒരു വഴിക്ക് പോയി, ഉമറാക്കളൊക്കെ വേറെ വഴിക്ക് പോയി. അതുകൊണ്ട് തന്നെ ദീനില്ലാതായി, മതവിശ്വാസമില്ലാതായി. ഈ അടുത്ത കാലത്ത് തന്നെ ഇവിടെ വന്ന ഭീഷണികളൊക്കെ അറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ വന്ന വഖഫ് ഇന്നും വലിയ ഭീഷണിയായി നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. അതേ പ്രശ്നം വേറെ രൂപത്തിൽ കേരളത്തിൽ വന്നു. കോഴിക്കോട് കടപ്പുറത്ത് വമ്പിച്ച പ്രതിഷേധം ഓർഗനൈസ് ചെയ്യേണ്ടി നമുക്ക് വന്നില്ലേ?
വേറൊരു വിധത്തിൽ ഇടപെടൽ വന്നു. ഒക്കെ പോകേണ്ട ഘടന മാറ്റാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പോയി അടിസ്ഥാനപരമായ പ്രശ്നമായിരുന്നു അതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു മോഡൽ സംജാതമായി വന്നത് ഈ ബാപ്പകി തങ്ങളും അതുപോലെ തന്നെ അന്നത്തെ സമസ്തയുടെ കണ്ണീത്ത് ഉസ്താദും അതിനൊപ്പമുള്ള മറ്റു പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇ കെ ഉസ്താദും ശിഹാബ് തങ്ങളും, അത് കഴിഞ്ഞ് ഇപ്പോൾ ബഹുമാൻ അജ്മീർ തങ്ങളും ചെയ്ത് പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഉലമാക്കളും ഉമറാക്കളും അതിൻ്റെ നേതാക്കളും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു മോഡൽ ഉണ്ടാവണം എന്നുള്ള നിലക്ക് തന്നെയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ തിരക്കുള്ളത്. അതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിവിധ പോഷക സംഘടനകൾ എല്ലാ രംഗത്തും നിറഞ്ഞെന്ന് പ്രവർത്തിക്കാൻ, എല്ലാ രംഗത്തും ഈ ദീനീ പ്രവർത്തനത്തിൻ്റെ വേരുകൾ എത്താൻ വേണ്ടിയാണ് ഇവരൊക്കെ നമ്മളൊക്കെ എല്ലാവരും പ്രവർത്തിച്ചു വന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനം വന്ന ഘട്ടങ്ങൾ ഒരുപാടുണ്ടായി. വന്ന ഘട്ടങ്ങളും പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായി. ആ പരീക്ഷണ ഘട്ടത്തിലൊക്കെ ഈ മോഡലിനെ സംരക്ഷിക്കാൻ വേണ്ടി അത്യുദ്ധാനം ചെയ്ത ആ നേതാക്കന്മാരും നായകന്മാരും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഭീഷണികളുടെയും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളുടെയും ഒക്കെ ആ അന്തരീക്ഷം ഇപ്പോഴും ഡെമോക്രസിൻ്റെ വാളുകളായി നമ്മുടെ തലയിൽ തൂങ്ങിക്കിടക്കുക. ഉലമാക്കളോ ഉമറാക്കളോ ഒക്കെ പല വഴിക്ക് തിരിഞ്ഞു നടന്നാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഒരു മോഡലായിരിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ വളരെയധികം നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പ്രചാരമുള്ള ഈ കാലത്ത് എളുപ്പമാണ്, മീഡിയക്ക് അപ്രമാദിത്യമുള്ള ഈ കാലത്ത് എളുപ്പമാണ് എന്തിനേയും തെറ്റിദ്ധരിപ്പിക്കാനും വളർത്താനും കഴിയും. അതുകൊണ്ട് ഉലമാ ഉമറ ഐക്യം വേണം, അതാണ് അടിസ്ഥാനം. സമുദായത്തിൻ്റെ നേതാക്കന്മാർ നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ സമുദായത്തെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാതിരുന്നാലുള്ള പ്രശ്നം അറിയാം. ബഹുമത സമൂഹമാണ് ഇവിടെ ഉള്ളത്. ആ ബഹുമത സമൂഹത്തിൽ ഒരു മിനിമം മതസൗഹാർദ്ദവും മതപരമായ ഐക്യവും നിലനിർത്തുക, സമുദായ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അതും നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിനതിൻ്റേതായ വിട്ടുവീഴ്ച ചെയ്ത് ആ തരത്തിലൊക്കെ തന്നെയാണ് ബാപ്പകിത്തങ്ങളും പൂക്കോയത്തങ്ങളും അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുലയുടെ നേതാക്കന്മാരൊക്കെ അന്നും ഇന്നും ഒക്കെ എന്നും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പോകണം. അതിനുവേണ്ടി അള്ളാഹു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്കൊക്കെ ഉള്ളത്. ഉലമാക്കളും ഉമറാക്കളും ഐക്യത്തോടെ പ്രവർത്തിക്കണം. സമുദായത്തിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരും ഒക്കെ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി പോകണം. അതിൽ വ്യത്യസ്തതയില്ല പാടില്ല എന്ന് ആണയിട്ട് പറയുന്ന ഈ സമ്മേളനം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ്. 100-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്തൊക്കെ ഇനിയൊരു 100-ഓ അതിലപ്പുറമോ പോയേ തീരൂ. പോകാൻ അള്ളാഹു എല്ലാവിധ ഇടവും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.